നമ്മുടെ ഈ പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ 3 ലൈബ്രറി ഉണ്ട്. ലൈബ്രറി കൗൺസിൽ അംഗീകരിച്ച മറ്റ് ലൈബ്രറികളുണ്ട്. അതേപോലെ തന്നെ യുവജന ക്ലബിൻ്റെയും ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെയും ആഭിമുഖ്യത്തിലുള്ള ധാരാളം ലൈബ്രറികളുണ്ട്. വീണ്ടും ഇത്രയും ഭീമമായ തുക ചെലവഴിച്ചുകൊണ്ട് ഒരു റഫറൻസ് ലൈബ്രറി ആവശ്യമുണ്ടോ? ഉയർന്നു വരേണ്ട ചോദ്യമാണ്. അതിനെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ നാട്ടിനെ പറ്റി നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിൽ ഈ നാദാപുരം പഞ്ചായത്തിൽ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാത്ത കാര്യമാണ്, പലരും മനസ്സിലാക്കാത്ത കാര്യമാണ്. UK-യിലും ജർമ്മനിയിലും മറ്റ് വിദേശ രാഷ്ട്രങ്ങളിലെ യൂണിവേഴ്സിറ്റികളിലും പഠിക്കുന്ന ധാരാളം കുട്ടികൾ, ഓരോരുത്തരുടെ പേര് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചതായിരുന്നു ലിസ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് ഇന്ന് വൈകുന്നേരം ഒരാൾ പറഞ്ഞു, നിങ്ങൾ ആ പേര് പറഞ്ഞാൽ കുറേ പേരുടെ അവരുടെ കോഴ്സും അവരുടെ പേരും അവരുടെ അഡ്രസ്സും നിങ്ങളോട് വിട്ടുപോകും. ആ ലിസ്റ്റ് നിങ്ങൾ മൈക്കിൽ പറഞ്ഞാൽ മറ്റുള്ള കുട്ടികൾ അവഗണിക്കുന്നതാകും. അതിനേക്കാൾ പ്രഗത്ഭരായ ആളുകൾ, അതിനേക്കാൾ വലിയ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അത്രയും എഡ്യൂക്കേഷണലി പൊട്ടൻഷ്യലുള്ള ഈ പഞ്ചായത്തിലെ വിദ്യാർത്ഥികൾ ഒരു പരീക്ഷക്കാലത്തോ ഒരു വെക്കേഷൻ കാലത്തോ സ്ഥാപനത്തിൽ നിന്ന് വിട്ടുനിന്ന് അവരുടെ വീട്ടിലേക്ക് വന്നാൽ 2-3 മാസമൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. അത്രയും കാലം അവരുടെ ക്യാമ്പസുമായി പൂർണ്ണമായ ബന്ധം വിച്ഛേദിക്കപ്പെടുകയാണ്. അവരാവശ്യപ്പെടും അവരുടെ ക്യാമ്പസുമായി, അവരുടെ ക്യാമ്പസിലുള്ള ലൈബ്രറിയുമായി ഒരു കണക്ടിവിറ്റി അവരാവശ്യപ്പെടുമ്പോൾ നമ്മൾ എന്താ പറയുക? വിദേശ സർവകലാശാലകൾ മാത്രമല്ല, വടകര താലൂക്കിൽ നിന്നാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നത്. JNU-ലാണെങ്കിലും ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും ജാമിയ മില്ലിയിലാണെങ്കിലും സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ധാരാളം കുട്ടികൾ കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത് വടകര താലൂക്കിൽ നിന്നാണ്. അവർക്ക് അവരുടെ വീട്ടിലെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പഠന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. കാരണം എല്ലാ വീട്ടിലും ഇൻ്റർനെറ്റ് സൗകര്യമോ എല്ലാ വീട്ടിലും പഠിക്കുന്നതിനാവശ്യമായ ഭൗതിക സൗകര്യങ്ങളോ റൂമോ പോലും ചിലപ്പോൾ ഫർണിച്ചറോ ഇരിപ്പിടമോ പോലും ഉണ്ടായെന്ന് വരില്ല. എൻ്റെ അനുഭവമുണ്ട്. അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് സ്വച്ഛന്തമായി ഇരിക്കാനും വായിക്കാനും പഠിക്കാനും ഒരു പബ്ലിക് ഇടം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിലില്ല. ഇവിടെ ഇരിക്കുന്ന ബഹുമാന്യരായ പല വ്യക്തികളുടെയും നേതൃത്വത്തിലുള്ള ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എയ്ഡഡ് മേഖലയിലും സർക്കാർ മേഖലയിലും ഒക്കെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ നേതാക്കന്മാരുടെയും നേതൃത്വത്തിൽ, ബഹുമാന്യനായ EK വിജയന്റെ നേതൃത്വത്തിൽ, SP നെരിക്കാട്ടേരിയുടെ നേതൃത്വത്തിൽ, എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും നേതൃത്വത്തിൽ ഈ നാദാപുരത്ത് ആവശ്യമായ ഒരു ഗവൺമെന്റ് കോളേജ് സ്ഥാപിക്കുന്നതിന് ആവശ്യമായ അത്രയും ഭൂമി ഈ നാട്ടിലെ മുഴുവൻ ആളുകളും പണം കൊടുത്ത് പിരിച്ചെടുത്ത് അവിടെ സ്ഥാപിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമുക്കുണ്ട്. പക്ഷേ ആ സ്ഥാപനത്തിലെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ഒരു കരിയർ ഡെവലപ്മെന്റ് സെന്റർ നമ്മുടെ നാട്ടിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ള ഉത്തരമാണ്. ആ ഇല്ല എന്നുള്ള ഉത്തരത്തിന് മാറ്റം വരുത്തി ഉണ്ട് എന്ന ഉത്തരം തേടാനാണ് റഫറൻസ് ലൈബ്രറി എന്ന ആശയവുമായി ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം 14-ാം ധനകാര്യ കമ്മീഷൻ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഗ്രാമപഞ്ചായത്തിന്റെ വികസന പദ്ധതികൾ ആവിഷ്കരിക്കണം. കേന്ദ്ര ഗവൺമെന്റിന്റെ നിർദ്ദേശമാണ്. രാഷ്ട്രീയമായി നമുക്ക് യോജിക്കാവുന്നതും അതുപോലെ തന്നെ വിയോജിക്കാവുന്നതൊക്കെ ഉണ്ടാവും. പക്ഷേ GPDP തയ്യാറാക്കുമ്പോൾ 14-ാം ധനകാര്യ കമ്മീഷൻ പറഞ്ഞ തീമിനെ അടിസ്ഥാനമാക്കി മാത്രമേ ഗ്രാമപഞ്ചായത്തിന് പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഈ 9 തീമുകളിൽ ആദ്യം തെരഞ്ഞെടുത്തത് ഗുഡ് ഗവേണൻസും ചൈൽഡ് ഫ്രണ്ട്ലിയുമാണ്. ഈ 2 തീമിലും നമ്മൾ നടത്തിയ പ്രവർത്തനത്തിന് കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് അംഗീകാരം തന്നിട്ടുണ്ട്. നമ്മൾ നടത്തിയ പ്രവർത്തനങ്ങൾ നാഷണൽ ലെവൽ സെമിനാറിൽ സമർപ്പിക്കാൻ ഈ ഗ്രാമപഞ്ചായത്തിനെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഭുവനേശ്വറിലും ശ്രീനഗറിലും ഈ പഞ്ചായത്തിനെ പ്രതികരിച്ച് എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 24-25 വർഷത്തെ പദ്ധതി തയ്യാറാക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം തെരഞ്ഞെടുത്ത തീമിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ 2 തീം തെരഞ്ഞെടുക്കണം. അങ്ങനെ നമ്മൾ തെരഞ്ഞെടുത്തത് സെൽഫ് സഫിഷ്യന്റ് ഇൻഫ്രാസ്ട്രക്ചർ വില്ലേജ്
അല്ലെങ്കിൽ വില്ലേജ് വിത്ത് സെൽഫ് സഫിഷ്യന്റ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന ഒരു തീമിലാണ്. നമ്മുടെ ഭൗതിക അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് നമ്മുടെ ഗ്രാമം സ്വയം പര്യാപ്തമാണ് എന്ന് ഉറപ്പിക്കുന്ന തരത്തിലുള്ള വികസന പദ്ധതികളാണ് ഗ്രാമപഞ്ചായത്ത് തയ്യാറാക്കേണ്ടത്. ഈ പഞ്ചായത്തിൽ ഈ വർഷത്തെ പദ്ധതി 14 കോടി രൂപയുടെ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് ഉൾപ്പെടെ മറ്റ് എല്ലാ പദ്ധതികളും കൂടി 19 കോടി 46 ലക്ഷം, ടോട്ടൽ 33 കോടി 46 ലക്ഷം രൂപയുടെ പദ്ധതിക്കാണ് DPC അംഗീകാരം നൽകിയത്. ഈ 19 കോടി 46 ലക്ഷത്തിൽ പ്രിയപ്പെട്ടവരെ ഏറ്റവും കൂടുതലുള്ളത് റോഡുകളാണ്. ഞാൻ റോഡിന്റെ പ്രാധാന്യം ഒരിക്കലും കുറച്ച് കാണുന്നില്ല. എല്ലാവർക്കും വേണ്ടത് റോഡാണ്. അടിസ്ഥാന സൗകര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക, റോഡ് പാലം എന്ന് തന്നെയാണ്. നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ആകെ 20 സ്ക്വയർ കിലോമീറ്ററുള്ള വിസ്തൃതിയുള്ള ഒരു ചെറിയ ഗ്രാമമാണ്. ഇവിടെ 119.89 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 120 കിലോമീറ്റർ റോഡ് ടാറിട്ട റോഡാണ്. ഈ 20 സ്ക്വയർ കിലോമീറ്ററിൽ 37.48 കിലോമീറ്റർ റോഡ് കോൺക്രീറ്റ് റോഡാണ്. 38 കിലോമീറ്റർ കോൺക്രീറ്റ് റോഡാണ്. ഇനി അവശേഷിക്കുന്ന ആസ്തിയിലുള്ള റോഡ് 81 കിലോമീറ്റർ ആണ് മൺ റോഡ്. ഈ 81 വേണമെങ്കിൽ അടുത്ത ഒരു വാർഷിക പദ്ധതിയിൽ കൂടി പൂർത്തീകരിക്കാം. പക്ഷേ എന്നാലും റോഡിന്റെ ആവശ്യം ഒരിക്കലും കുറയില്ല, അല്ലെ? ഇവിടെ പ്രതിനിധീകരിക്കുന്ന എല്ലാ ജനപ്രതിനിധികൾക്കും അറിയാം. അപ്പൊ നമ്മൾ ഈ റോഡ് മാത്രം ഉണ്ടാക്കിയാൽ മതിയോ? ഞാൻ നേരത്തെ പറഞ്ഞ ഭാവിയെ സ്വന്തം കരിയറിനെ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന പഠിക്കുന്ന നിപുണന്മാരായ നമ്മുടെ നാട്ടിലെ ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികൾ അടിസ്ഥാന സൗകര്യമില്ലാത്തതിന്റെ പേരിൽ പഠന പ്രവർത്തനങ്ങളിൽ കണക്ടിവിറ്റി നഷ്ടപ്പെടുമ്പോൾ ആ ഒരു പ്രയാസം സ്കേഴ്സിറ്റി പരിഹരിക്കുന്നതിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഗ്രാമപഞ്ചായത്തിനെ റഫറൻസ് ലൈബ്രറി എന്ന ആശയത്തിലേക്ക് ചിന്തിപ്പിച്ചത്. അപ്പൊ നമ്മുടെ ഗ്രാമം സ്വയം പര്യാപ്തമാണെന്ന് പറയണമെങ്കിൽ എല്ലാ മേഖലയിലുള്ള ആളുകൾക്കും തോന്നണം സ്വയം പര്യാപ്തമാണ് എൻ്റെ ഗ്രാമം എന്നുള്ളത്. അപ്പൊ നമ്മുടെ നാടിന്റെ ഭാവി വാഗ്ദാനങ്ങളായിട്ടുള്ള വിദ്യാർത്ഥിനികൾ ഉന്നത കലാലയങ്ങളിൽ പഠിക്കുമ്പോൾ അവർക്കും തോന്നണം എൻ്റെ നാട് സെൽഫ് സഫിഷ്യന്റ് ആണ്, എനിക്ക് പഠിക്കാൻ ആവശ്യമായ പിന്തുണ നൽകുന്ന ഗ്രാമമാണ്. ഇപ്പോഴത്തെ പഠനം എന്ന് പറഞ്ഞാൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം 4th ഇയർ ഡിഗ്രി, നമ്മൾ സാധാരണ കേൾക്കുന്ന +2 അതുപോലെ തന്നെ സാധാരണ കേൾക്കുന്ന ഡിഗ്രിയൊക്കെ അവസാനിച്ചു. നമ്മൾ കേട്ട എന്താ, 10ാം ക്ലാസ് കഴിഞ്ഞാൽ +2ന് 4 ഗ്രൂപ്പുണ്ട്. അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രിക്ക് 4 ഗ്രൂപ്പുണ്ട്, 3 ഗ്രൂപ്പുണ്ട്, അല്ലെ 4 ഗ്രൂപ്പുണ്ട്. അത് കഴിഞ്ഞ് +2 വന്നപ്പോൾ ധാരാളം കോമ്പിനേഷൻ നമ്മൾ പരിചയപ്പെട്ടു. ആ കോമ്പിനേഷൻ പ്രകാരം ഫസ്റ്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ സയൻസ് ഗ്രൂപ്പ്, മാത്സ് ഗ്രൂപ്പ് എടുത്തവൻ എഞ്ചിനീയറിംഗിന് പോകും, ബയോളജി സയൻസ് എടുത്തവൻ ഡോക്ടർ ആകുമ്പോൾ അല്ലെങ്കിൽ പാരാമെഡിക്കൽ വിഭാഗത്തേക്ക് പോകും. ഹ്യൂമാനിറ്റീസ് വിഷയം എടുത്ത ആളുകൾ മറ്റ് വലിയ കഴിവില്ലാത്ത ആളുകളായി തള്ളപ്പെടും. പഴയ ഫോർത്ത് ഗ്രൂപ്പ് കൊമേഴ്സ് ഗ്രൂപ്പ് എടുത്ത ആളുകൾ ബിസിനസ് രംഗത്തേക്കും അക്കൗണ്ടിംഗ് രംഗത്തേക്കും പോകും. ഇതാണ് നമ്മൾ വിചാരിച്ചത്. അവർക്ക് BSc BA BCom എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ ഉണ്ട്. ഇപ്പോൾ +2ന് സയൻസ് പഠിച്ച ആളുകൾക്ക് മാത്രം BScക്ക്, കൊമേഴ്സ് പഠിച്ച ആളുകൾക്ക് മാത്രം BComന്, ഹ്യൂമാനിറ്റീസ് പഠിച്ച ആളുകൾക്ക് മാത്രം BAക്ക്. ഈ കൺസെപ്റ്റ് ഈ വർഷം മുതൽ അവസാനിച്ചു. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം +2ന് ഏത് സബ്ജക്ട് എടുത്ത ആൾക്കും ഡിഗ്രിക്ക് ഏത് സബ്ജക്റ്റും എടുക്കാം. അങ്ങനെ ഒരു മാറ്റം നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. ഡിഗ്രിക്ക് ഇന്ന സബ്ജക്ട് എടുക്കണമെന്ന് നിർദ്ദേശിക്കാൻ പറ്റില്ല, കുട്ടിക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. 4 വർഷമാണ് ഡിഗ്രി. 3 വർഷം കൊണ്ട് വേണമെങ്കിൽ കുട്ടിക്ക് ഡിഗ്രി അവസാനിപ്പിക്കാം. 4ാമത്തെ വർഷം കുട്ടിക്ക് തുടരാം അല്ലെങ്കിൽ അവസാനിപ്പിക്കാം, അണ്ടർ ഗ്രാജുവേഷൻ പൂർത്തിയാക്കാം. 4ാമത്തെ കൊല്ലവും കൂടി പഠിക്കുന്ന ഗ്രാജുവേഷൻ നേടുന്ന ആളാണെങ്കിൽ പിന്നീട് PG എടുക്കാൻ 1 വർഷം കൂടി പഠിച്ചാൽ മതി. നേരത്തെ നമ്മൾ കിട്ടുന്ന MA MSc MCom എന്നൊക്കെ പറയുന്നത് 2 കൊല്ലം. ഇനി 4th ഇയർ ഡിഗ്രി വന്നു കഴിഞ്ഞാൽ PG എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ 4 കൊല്ലം കഴിഞ്ഞ് പിന്നെ 1 കൊല്ലം മാത്രം പഠിച്ചാൽ മതി, അവന്റെ PG പഠനം പൂർത്തിയായി. മാത്രമല്ല, ഇപ്പോഴത്തെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം സ്കൂൾ തലത്തിലാണെങ്കിലും സെക്കൻഡറി തലത്തിലാണെങ്കിലും ഹയർ സെക്കൻഡറി തലത്തിലാണെങ്കിലും ഗ്രാജുവേഷൻ തലത്തിലാണെങ്കിലും ഓപ്പൺ സിലബസ് ആണ്, കുട്ടി കേന്ദ്രീകരിച്ചാണ്. ചെറിയ മക്കൾ ചാർട്ടൊക്കെ തയ്യാറാക്കുന്ന കാണുന്നില്ലേ? അവൻ സ്വമേധയാ തേടണം വിജ്ഞാനത്തെ, വിദ്യയെ അവന്റെ പരിസരങ്ങളിൽ നിന്ന് കണ്ടെത്തണം. കുറച്ചുകൂടി പോയാൽ ഗവേഷണത്തിന് പര്യാപ്തമാക്കുന്ന രീതിയിലേക്ക് കുട്ടി മാറുകയാണ്.
ഇപ്പോ നേരത്തെ ഡിഗ്രിയൊക്കെ ധാരാളം നേടുന്നത് പോലെ ഇന്ന് നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികൾ റിസർച്ചിലേക്കാണ് പോകുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ജർമ്മനിയിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ 60 ലക്ഷം രൂപ ഫെലോഷിപ്പോട് കൂടി ഗവേഷണം ചെയ്യുന്ന വിദ്യാർത്ഥി നമ്മുടെ നാട്ടിലുണ്ട്. അവർ 4th ഇയറിലേക്ക് പോകുമ്പോൾ തന്നെ അവർക്ക് PhDക്ക് രജിസ്റ്റർ ചെയ്യാം. ഇവിടെ ധാരാളം വിദ്യാഭ്യാസ വിചക്ഷണന്മാരുണ്ട്, ഗ്രാമപഞ്ചായത്തിന്റെ ആസൂത്രണ സമിതി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ. 4th ഇയർ ഡിഗ്രിക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ PhDക്ക് രജിസ്റ്റർ ചെയ്യാം. പക്ഷേ പ്രബന്ധം സമർപ്പിക്കുന്നത് PG പാസ്സായതിന്റെ ശേഷം, അതായത് 1 വർഷത്തെ PGക്ക് ശേഷം. ഇങ്ങനെ റിസർച്ച് ഓറിയന്റഡ് ആയി പഠന പ്രവർത്തനങ്ങൾ മാറുന്നു, ഓപ്പൺ സിലബസ് ആയി മാറുന്നു, യൂണിവേഴ്സിറ്റി സംവിധാനങ്ങൾ മാറുന്നു. ഗ്ലോബലി വിദ്യാഭ്യാസ രംഗത്തൊരു വലിയ ചേഞ്ച് വരികയാണ്, ഗവേഷണത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള. അങ്ങനെ ഒരു മാറ്റം വിദ്യാഭ്യാസ രംഗത്ത് വരുമ്പോൾ നമ്മുടെ ഗ്രാമീണ അന്തരീക്ഷത്തിലെ കുട്ടികൾക്ക് എവിടെയാണ് റഫർ ചെയ്യാൻ ഗ്രന്ഥമുള്ളത്? പുസ്തകങ്ങൾ എവിടെയാണുള്ളത്? അവർ ഗവേഷണ വിദ്യാർത്ഥികളാണ്, പക്ഷെ ഗവേഷണം ചെയ്യാൻ എവിടെ അവർക്ക് ആവശ്യമായ സംവിധാനം? അപ്പൊ പറയും, ഇന്നത്തെ കാലത്ത് പുസ്തകങ്ങൾ വേണോ എന്നുള്ളത് പ്രസക്തമായ ചോദ്യമാണ്, സ്വാഗതം ചെയ്യുന്നു. പക്ഷേ എത്ര ഇന്റർനെറ്റ് അടിസ്ഥാനത്തിലുള്ള വിജ്ഞാനങ്ങൾ വർദ്ധിക്കുകയാണെങ്കിലും ലിഖിതമായ ഗ്രന്ഥങ്ങൾക്ക് ഒട്ടും പ്രാധാന്യം കുറയുന്നില്ല. അത് പറയേണ്ടത് വിദ്യാഭ്യാസ രംഗത്തുള്ള പ്രഗത്ഭനാണ്. ഈ 2 സാധ്യതകളെയും ഉപയോഗപ്പെടുത്തി മാത്രമേ ഒരു കുട്ടിക്ക് ഗവേഷണ രംഗത്തേക്ക് പോകാനാവൂ. ഇന്റർനെറ്റ് അടിസ്ഥാനത്തിലുള്ള ലൈബ്രറി സംവിധാനം, ഈ ലൈബ്രറിയും ഉപയോഗപ്പെടുത്തണം, അതേപോലെ തന്നെ ഫിസിക്കൽ ലൈബ്രറിയും ഉപയോഗപ്പെടുത്തണം. ഒരു സാധാരണ ലൈബ്രറിയിൽ കിട്ടാത്തത്രയും പുസ്തകങ്ങൾ നമ്മുടെ റഫറൻസ് ലൈബ്രറിയുടെ ശേഖരത്തിൽ ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ലൈബ്രറിയെ കൂടി ഇതിനോട് അനുബന്ധമായി ഉൾച്ചേർക്കേണ്ടതുണ്ട്. ഗ്രാമപഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രത്യേക കോർഡിനേഷൻ കമ്മിറ്റിയുടെ അംഗീകാരവും അനുവാദവും ലഭിച്ചാൽ വിദേശ യൂണിവേഴ്സിറ്റികളുടെ പോലും ലൈബ്രറിയുമായി ഒരു സബ്സ്ക്രിപ്ഷൻ എഗ്രിമെന്റിൽ നമുക്ക് ഒപ്പുവെക്കാൻ കഴിഞ്ഞാൽ 1 വർഷം 5-10 ലക്ഷം രൂപ നീക്കിവെച്ചാൽ ലോകത്തെ പ്രഗത്ഭ ക്യാമ്പസുകളിലെ യൂണിവേഴ്സിറ്റിയിലെ റഫറൻസ് ലൈബ്രറികളുമായി നമുക്കൊരു കണക്ടിവിറ്റി ഉണ്ടാക്കാൻ കഴിയും. അപ്പൊ നമ്മുടെ സ്ഥാപനത്തിൽ വന്നാൽ ഫിസിക്കൽ ലൈബ്രറിയോടൊപ്പം ലോകത്തെ ഏത് ലൈബ്രറിയുമായും കണക്ടിവിറ്റിയുള്ള ഒരു ഈ ലൈബ്രറിയുടെ സാധ്യത കൂടി നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. ഇങ്ങനെ റിസർച്ച് ഓറിയന്റഡ് ആയി പഠിക്കുന്ന, വിദേശ സർവകലാശാലയിൽ പഠിക്കുന്ന, വലിയ രീതിയിൽ ഉയർന്ന ഉദ്യോഗം കിട്ടണമെന്ന് ആഗ്രഹിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പോലും ഉപകാരപ്രദമാകുന്ന ഒന്നാണ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് റഫറൻസ് ലൈബ്രറി.